Hello, welcome to my channel. In the last class we have already discussed about the different types of solids. In that, crystalline and amorphous we were discussing. We completed crystalline solids. So today we have to go with the amorphous solids. Crystalline solids we have regular arrangements and അത് പഠിച്ചതുകൊണ്ട് ഈ amorphous solids എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്. നമുക്കിനി പഠിക്കാനുള്ള just opposite to that of crystalline solids. Crystalline solids ന്റെ just opposite ആണ് amorphous solids. അപ്പോൾ എന്തൊക്കെയാണ് crystalline solids ൽ പറഞ്ഞത് വെച്ച് നമുക്ക് പറയാം. crystalline ൽ നമ്മൾ പറഞ്ഞു the particles are having a regular arrangement. അവർക്ക് നല്ല regular ആയിട്ടുള്ള arrangement ഉണ്ട് particles ൽ. അപ്പോൾ ഈ amorphous എന്താ? They don't have a regular periodic arrangement. അവർക്കു നല്ല regular ആയിട്ടുള്ള ആർക്കെന്ന് പറഞ്ഞാൽ particles. The particles in amorphous crystal does not have a regular arrangement. അവർക്ക് ഒരു നല്ല regular ആയിട്ടുള്ള ഒരു arrangement ഒന്നുമില്ല. Then crystalline solids have a long range order എന്ന് നമ്മൾ പറഞ്ഞു. അവർക്ക് എന്താ അവരുടെ order ഭയങ്കര long range ആണ്. അതായത് അവരുടെ ആ order കുറെ continuous ആയിട്ട് അത് ഉണ്ടായിരുന്നു. But in the case of amorphous solid, they have a short range order. അങ്ങനെ പറഞ്ഞാൽ അവരെ റെഗുലർ ആയിട്ടുള്ളൊരു അറേഞ്ച്മെൻറ്റ് കുറച്ച് അതായത് ചിലപ്പം അതിൻ്റെ അറേഞ്ച്മെൻറ്റ് ഇവിടെ നല്ല ഓർഡർ ആയിട്ട് തോന്നും നമുക്ക്. പിന്നെ എന്തായിരിക്കും അൺഈവൻ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. പിന്നെ ചിലപ്പോൾ കുറച്ച് ഓർഡർ ഉണ്ടാവും, ചിലപ്പോൾ അൺഈവൺ ആയിരിക്കും. സോ ദേ ഡോണ്ട് ഹാവ് എ റെഗുലർ പീരിയോഡിക് അറേഞ്ച്മെൻറ്റ് ഓർ ദേ ഹാവ് എ ഷോർട്ട് റേഞ്ച് ഓർഡർ. അവരുടെ ഓർഡർ ചിലപ്പോൾ ഒരു കുഞ്ഞ് ഏരിയ വരെയൊക്കെ ആയിട്ട് നല്ല റെഗുലർ ആയിരിക്കും. പിന്നെയൊക്കെ എന്തായിരിക്കും ഇങ്ങനെ പല രീതിയിലായിരിക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത്. സോ ദേ ഹാവ് എ ഷോർട്ട് റേഞ്ച് ഓർഡർ, ദേ ഡോണ്ട് ഹാവ് എ റെഗുലർ അറേഞ്ച്മെൻറ്റ്. തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഹാവ് സം ക്യാരക്ടറിസ്റ്റിക്സ് സിമിലർ ടു ദാറ്റ് ഓഫ് ലിക്വിഡ്സ്. അവർക്ക് ലിക്വിഡ്സിൻ്റെ എന്തൊക്കെയോ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളത് കൊണ്ട് തന്നെ ദേ ആർ ഓൾസോ കോൾഡ് ആസ് സ്യൂഡോ സോളിഡ്സ്. അവരെ നമ്മൾ പറയും എന്ത്? സ്യൂഡോ സോളിഡ്. സ്യൂഡോ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ ഒറിജിനൽ അല്ലാത്ത അല്ലേ, ഒറിജിനൽ അല്ലാത്ത സ്യൂഡോ ഫേസ്, സ്യൂഡോ പേഴ്സണാലിറ്റി എന്നൊക്കെ പറയാം. അവർ ഒറിജിനൽ അല്ലാത്ത. അതേപോലെ ദേ ആർ നോട്ട് കംപ്ലീറ്റ്ലി സോളിഡ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ല, ദേ ഹാവ് സം ക്യാരക്ടറിസ്റ്റിക് സിമിലർ ടു ദാറ്റ് ഓഫ് ലിക്വിഡ്സ് ആൻഡ് ദേ ആർ കോൾഡ് ആസ് സ്യൂഡോ സോളിഡ്സ്. അല്ലെങ്കിൽ അവരെ പറയുന്ന വേറൊരു പേരാണ് സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ്. സൂപ്പർ കൂൾഡ് ലിക്വിഡ്സ് എന്നും ഇവരെ പറയും. ദേ ആർ ഓൾസോ കോൾഡ് ആസ് സൂപ്പർ കൂൾ ലിക്വിഡ്സ് ഓർ സ്യൂഡോ സോളിഡ്സ്. സ്യൂഡോ സോളിഡ്സ് അല്ലെങ്കിൽ സൂപ്പർ കൂൾ ലിക്വിഡ്സ്. സ്യൂഡോ സോളിഡ്സിന് എന്തുകൊണ്ടാണ് പറയുന്നത് വെച്ചാൽ ബിക്കോസ് ദേ ഹാവ് സം ക്യാരക്ടറിസ്റ്റിക് സിമിലർ ടു ദാറ്റ് ഓഫ് ലിക്വിഡ്. സോ ദേ ആർ കോൾഡ് ആസ് സൂപ്പർ കൂൾഡ് ദേ ആർ കോൾഡ് ആസ് സ്യൂഡോ സോളിഡ്സ്. ദേ ഡോണ്ട് ഹാവ് എ ഷാർപ്പ് അല്ലെങ്കിൽ ഒരു ഷാർപ്പായിട്ടുള്ളൊരു മെൽറ്റിംഗ് പോയിന്റ് ഒന്നും ഇവർക്കില്ല. ദേ ജസ്റ്റ് എന്ത് ചെയ്യും? ദേ ഗെറ്റ് സോഫ്റ്റൻ വെൻ വി ആർ ഹീറ്റിംഗ്. അവർ സോഫ്റ്റൻ ആവും നമ്മൾ ഹീറ്റ് ചെയ്യുന്നതിനനുസരിച്ച്. ഇവർ എക്സാമ്പിൾ പറഞ്ഞാൽ നമുക്ക് കൂടുതൽ മനസ്സിലാവും. amorphous സോളിഡ്സിന് എക്സാമ്പിൾ ആണ് നമ്മുടെ റബ്ബർ, പ്ലാസ്റ്റിക്സ്, ഗ്ലാസ്. ഇതൊക്കെ എന്തിന് എക്സാമ്പിൾ ആണ്? amorphous സോളിഡ്സിന് എക്സാമ്പിൾ ആണ് റബ്ബർ, പ്ലാസ്റ്റിക്, ഗ്ലാസ്. ഇപ്പം തന്നെ നമുക്ക് മനസ്സിലാവും റബ്ബർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ നോട്ട് റിജിഡ് എന്നൊക്കെ പറയുന്നില്ല. അതേപോലെ ദേ ഹാവ് സം ക്യാരക്ടറിസ്റ്റിക് സിമിലർ ടു ദാറ്റ് ഓഫ് ലിക്വിഡ്സ്. അപ്പോൾ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻ വി ആർ ഹീറ്റിംഗ് ദേ ഗെറ്റ് സോഫ്റ്റൻസ്. അവരെന്ത് ചെയ്യുന്നു? സോഫ്റ്റൻ ആവുകയാണ്. ഒന്ന് ഹാർഡ് മാറിയിട്ട് ആ സോഫ്റ്റൻ. ദേ ഡോണ്ട് ഹാവ് എ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ്. നമ്മൾ ഈ ക്രിസ്റ്റലൈൻ സോളിഡ്സിന് പറയുന്ന പോലെ അങ്ങനെ ഷാർപ്പ് ആയിട്ടുള്ള ഒരു മെൽറ്റിംഗ് പോയിന്റും കാര്യങ്ങളും ക്യാൻ ബി സോഫ്റ്റൻ. അതുകൊണ്ട് തന്നെ വി ക്യാൻ ബ്ലോ ദം ഇൻ ടു ഡിഫറെൻറ്റ് ഷേപ്സ്. ഇപ്പോൾ ഗ്ലാസ് കണ്ടില്ലേ, നല്ല ഹീറ്റ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ പല മോൾഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് പല ഷേപ്സിൽ അവരെ മോൾഡ് ചെയ്യാൻ പറ്റും. ഇനി ഇനി അടുത്ത പ്രോപ്പർട്ടി എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞല്ലോ ദേ ഹാവ് സം ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ഓഫ് എന്താണ് ലിക്വിഡ്സ് എന്ന്. അപ്പോൾ ലിക്വിഡ്സിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ദേ ക്യാൻ ഫ്ലോ അല്ലേ, അവർക്ക് ഫ്ലോ ചെയ്യാൻ പറ്റും. സെയിം ലൈക്ക് ദ പാർട്ടിക്കിൾസ് ഇൻ ദിസ് amorphous ക്യാൻ ഫ്ലോ. അത് വിചാരിച്ചിട്ട് amorphous സോളിഡ്സ് ഞാൻ ഇവിടെ കൊണ്ടുവച്ച് അവരിങ്ങനെ ഫ്ലോ ചെയ്യുന്നല്ല. ദ പാർട്ടിക്കിൾസ് ഇൻ ദം ക്യാൻ ഫ്ലോ ലൈക്ക് ലിക്വിഡ്സ്. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ പറയുന്നത് വെച്ചാൽ ആൻഷ്യൻ ടൈംസിൽ യൂസ് ചെയ്യുന്ന വിൻഡോസ് ഉണ്ടല്ലോ, വിൻഡോ പെയിൻറ്റ്സ്. നമുക്കറിയാം വിൻഡോൻ്റെ ഉള്ളിൽ ഗ്ലാസ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആൻഷ്യൻ ടൈംസിലാണ്, ഇപ്പോഴത്തെ അല്ല. അത് കുറേ കാലങ്ങൾക്ക് ശേഷം ഇപ്പോഴൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ ലോവർ എഡ്ജിൽ ദ ഗ്ലാസ് വിൽ ബി ലിറ്റിൽ മോർ തിക്കർ ദാൻ ദാറ്റ് ഓഫ് ദി അപ്പർ. മുകളിലുള്ളതിനെക്കാട്ടും കുറച്ചുകൂടെ തിക്കർ ആയിരിക്കും താഴെയുള്ള ഭാഗം. വൈ ഇറ്റ് ഇസ്? It is because the particles in the glass
have a tendency to flow. അവർക്ക് ഫ്ലോ ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്. അവരിങ്ങനെ സ്ലൈറ്റ്ലി ഫ്ലോ ചെയ്തിട്ട് താഴെ വന്നിട്ട് ചെറുതായിട്ട് സെറ്റിൽ ചെയ്യും. ദാറ്റ് ഇസ് വൈ. അപ്പോൾ ആ പാർട്ടിക്കിൾസ് ഇങ്ങനെ ഒരു സൈഡിലേക്ക് മാത്രം ഇങ്ങനെ ഫ്ലോ ചെയ്തിരിക്കുമ്പോൾ ദാറ്റ്സ് വൈ ദ ലോവർ ലൈൻ area of the glass have a slightly thicker than that of the upper side. അതുകൊണ്ടാണ് പണ്ടത്തെ കാലങ്ങളിലുള്ള ഗ്ലാസ്സുകൾ നമ്മൾ നല്ലോണം നോക്കിക്കഴിഞ്ഞാൽ അവരുടെ താഴെ കുറച്ച് കട്ടിയായിരിക്കും കമ്പയർഡ് ടു ദ അപ്പർ സൈഡ്. വൈ? ഇറ്റ് ഇസ് ബിക്കോസ് ദീസ് amorphous solid have a tendency, the particle inside the amorphous solids have a tendency to flow. അങ്ങനെ ഫ്ലോ ചെയ്യുമ്പം താഴെ എന്ത് പറ്റും? the particles സെറ്റിൽ ചെയ്ത് നിൽക്കും. ദാറ്റ് ഇസ് വൈ അവരുടെ താഴെ എന്ത് കിട്ടുന്നത്? കുറച്ച് തിക്ക് ഉണ്ട്. ഇതൊരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റനിൽ ചോദിക്കാം. ഇറ്റ് ഇസ് ഡെയർ ഇൻ യുവർ ടെക്സ്റ്റ് ബുക്ക്. നെക്സ്റ്റ് എന്ന് പറഞ്ഞ് സം amorphous solids on heating they get converted into crystalline solid. ചില amorphous solidsനെ നമ്മൾ ഹീറ്റ് ചെയ്തതിന് they will be some, not all, they will be converted into crystalline solids. അതിനും എക്സാമ്പിൾ ഉണ്ട്. സെയിം തന്നെ ആൻഷ്യൻ സമയത്ത് യൂസ് ചെയ്യുന്ന വിൻഡോസ്, ഗ്ലാസ് പെയിൻസ് അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ഒബ്ജക്ട്സിനൊക്കെ കുറേ കാലങ്ങൾ കഴിഞ്ഞ് ദേ വിൽ ബി ഹാവിങ് എ മിൽക്കി ടെക്സ്ചർ. അതിൻ്റെ ആ പ്യുവർ സ്ട്രക്ചർ മാറിയിട്ട് ഒരു മിൽക്കി ടെക്സ്ചർ വരും. വൈ ഈസ് ഇറ്റ്? ബിക്കോസ് ഇതിങ്ങനെ ഈ amorphous സോളിഡ്സ് ഇപ്പോൾ ഗ്ലാസ്, നമ്മൾ വിൻഡോസിൻ്റെ ഗ്ലാസ് പെയിൻ എന്ന് വിചാരിക്കുക. അപ്പോൾ വിൻഡോന് എങ്ങനെയാണ് സണ്ണിൻ്റെ ഹീറ്റ് കിട്ടുന്നുണ്ട്, അത് അപ്പോൾ ടെമ്പറേച്ചർ കൂടും. അപ്പോൾ അവരെന്താ ദേ ഗെറ്റ് കൺവേർട്ടഡ് ഇൻ ടു ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസസ്. അങ്ങനെ ഈ ടെമ്പറേച്ചർ കിട്ടുന്നതിനനുസരിച്ചിട്ട് ഈ amorphous സോളിഡ്സ് എന്ത് പറ്റും? ക്രിസ്റ്റലൈൻ, പെട്ടെന്ന് ക്രിസ്റ്റലൈനായി മാറിയെന്നല്ല. നമുക്കറിയാം ഡെയിലി സണ്ണിൻ്റെ ലൈറ്റ് കിട്ടും, ഹീറ്റാവും, പിന്നെയും അത് ഈവനിങ് ആകുമ്പോൾ തണുക്കും, വീണ്ടും ഹീറ്റാവും. അങ്ങനെ ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത് കൊണ്ട് ഇറ്റ് ഗെറ്റ് കൺവേർട്ടഡ് ഇൻ ടു ക്രിസ്റ്റലൈൻ സോളിഡ്. ദാറ്റ് ഈസ് വൈ ദ വിൻഡോ പെയിൻസ് ആർ ഹാവിങ് എ മിൽക്കി ടെക്സ്ചർ. അതായത് അവരുടെ ഉള്ളിൽ എന്തായിരിക്കും റീഅറേഞ്ച്മെൻറ്റ്സ് ഒക്കെ നടന്നിട്ട് ദേ ആർ ഗെറ്റ് കൺവേർട്ടിങ് ഇൻ ടു ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസസ്. അതുകൊണ്ടാണ് പണ്ടത്തെ കാലങ്ങളിലുള്ള വിൻഡോ പെയിൻസിന് ഒരു മിൽക്കി ടെക്സ്ചർ, മിൽക്കി കളറൊക്കെ വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് സം ഓഫ് ദി പോയിന്റ്സ് വിച്ച് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ക്രിസ്റ്റലൈൻ amorphous solid. എക്സാമ്പിൾസ് ആർ റബ്ബർ, പ്ലാസ്റ്റിക്, ഗ്ലാസ്. ഇനി നമ്മൾ അത് വെച്ചിട്ടൊന്ന് കമ്പയർ ചെയ്യാണ്. ക്രിസ്റ്റലൈൻ സോളിഡ്സിൽ നമ്മൾ പറഞ്ഞു ദേ ഹാവ് എ ഗുഡ് അറേഞ്ച്മെൻ്റ് ആണ്. അപ്പോൾ അവരൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ വി ആർ ഗെറ്റിംഗ് ടു ക്ലീൻ ആയിട്ടുള്ള, നല്ല ക്ലീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല റെഗുലർ ഷേപ്പുള്ള രണ്ട് ഹാഫ്സ് കിട്ടും. ബട്ട് സിൻസ് ദ amorphous solids does not have a റെഗുലർ അറേഞ്ച്മെൻറ്റ്, ഒരു നല്ല അറേഞ്ച്മെൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവർ കട്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് പല ഇറഗുലർ ആയിട്ടുള്ള ഷേപ്സ് ആയിരിക്കും. ക്രിസ്റ്റലൈൻ ആകുമ്പോൾ നമുക്ക് നല്ല ഈക്വൽ, നല്ല ക്ലീൻഡ് ആയിട്ടുള്ള, നല്ല റെഗുലർ ആയിട്ടുള്ള ഷേപ്സ് കിട്ടിയെങ്കിൽ ഇവിടെ നമുക്ക് നല്ല റെഗുലർ ഒന്നുമില്ല, ഒരു അൺഈവൺ ആയിട്ടുള്ള ഷേപ്സ് ആയിരിക്കും കിട്ടുക. പിന്നെയെന്ന് പറഞ്ഞു നമ്മൾ പറഞ്ഞു ദേ ഹാവ് ഹൈ ഹീറ്റ് ഓഫ് ദേ ഹാവ് എ ഡെഫിനിറ്റ് ഹീറ്റ് ഓഫ് ഫ്യൂഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ക്രിസ്റ്റലൈൻ. Crystalline solids they have a definite heat of fusion, but amorphous they don't have a definite heat of fusion. പിന്നെ നമ്മൾ പറഞ്ഞു they have a long range order for crystalline solid. Amorphous solids they don't have a എന്താണ് long range order, that means they have a short range order. പിന്നെ നമ്മൾ അവിടെ പറഞ്ഞു വെരി ഇമ്പോർട്ടൻ്റ് ആണ് crystalline solids are anisotropic. ഇങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ. crystalline solid anisotropic can, ഇത് എപ്പോഴും കൺഫ്യൂഷൻ ആവുന്നത് കൊണ്ടാണ്. Amorphous solids are isotropic. An amorphous are isotropic. Amorphous എന്താ? ഐസോട്രോപ്പിക് ആണ്. അപ്പം എന്താണ് anisotropy? എന്താണ് ഐസോട്രോപ്പി? anisotropy നമുക്കറിയാം when we measure certain physical characteristics like refractive index, thermal conduction, we are getting different values if we measure from different direction. പല ഡയറക്ഷനിൽ മെഷർ ചെയ്തപ്പോൾ ഡിഫറെൻറ്റ് വാല്യൂസ് കിട്ടും. ക്രിസ്റ്റലൈൻ സോളിഡ്സിൻ്റെ കേസിൽ അതിൻ്റെ കാര്യങ്ങൾ ഞാനൊരു പിക്ചർ വരച്ച് കാണിച്ചു. But in the case of amorphous solid, when we measure physical characteristics, we are getting same value if we measure from any direction. ഏത് ഡയറക്ഷനിൽ മെഷർ ചെയ്താലും നമുക്ക് സെയിം വാല്യൂ ആണ് കിട്ടുക. അതായത് ഇവിടെ നോക്കുക, അങ്ങനെ പ്രത്യേക അറേഞ്ച്മെൻറ്റ്സ് ഒന്നും ഇല്ലാത്തത് കൊണ്ട്, എല്ലാം ഒരു അൺഈവൺ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് കൊണ്ട് നമുക്ക് എവിടെ നിന്ന് മെഷർ ചെയ്താലും വാല്യൂസ് എന്തായിരിക്കും? സെയിം തന്നെയാണ് കിട്ടുക. സോ amorphous solids are isotropy and amorphous solids are isotropy and crystalline solids are anisotropic. അപ്പോൾ ഈ can എന്ന് പഠിച്ചു കഴിഞ്ഞാൽ സുഖമാണ്. ക്രിസ്റ്റലൈൻ anisotropy. പിന്നെ amorphous isotropy എന്ന് ആലോചിക്കാൻ എളുപ്പമല്ലേ. അപ്പം ഇത് മാത്രം പഠിച്ചു വെക്കുക. ഇത് എപ്പോഴും കൺഫ്യൂസ്ഡ് ആവുന്ന വിച്ച് ഇസ് ഐസോട്രോപ്പിക് ആൻഡ് വിച്ച് ഇസ് anisotropy. can എന്നാലോചിക്കുക ക്രിസ്റ്റലൈൻ സോളിഡ്സ് anisotropy and amorphous solids are isotropic. ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിൽ പറയാനുള്ളത്.
ഇനി ഇവരെ ഡിഫറൻസസ് ഒന്ന് നോക്കിയേക്കാം. ഇതാ ഡിഫറൻസസും കൂടെ പഠിച്ചാൽ ഈ ഒരു ഏരിയ കംപ്ലീറ്റ് ആവും. Next comes the differences between crystalline and amorphous solids. അപ്പോൾ crystallines they have a definite and a regular arrangement of the constituent particle in space. Amorphous, they does not have a regular arrangement of the constituent particles in space. Crystalline solids are true solids. Amorphous are these are supercool liquids or pseudo solids. They have a long range of order of the particle. They have a short range of arrangement of particle. These are anisotropic, that is physical properties are different in different direction. These are isotropic in nature. Their physical properties are same in all direction. They have a sharp melting point. They melt over a wide range of temperature, certain range of temperature. They undergo a clean cleavage when cut. They undergo a irregular cleavage when cut. ഇതൊക്കെയായിരുന്നു. പിന്നെ നമുക്ക് ഒന്ന് രണ്ട് എക്സ്ട്രാ പോയിന്റ്സ് ഉള്ളത് എന്താ, they have a high heat of, they have a definite heat of fusion. അവർക്ക് they don't have a definite heat of fusion. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്രിസ്റ്റലൈൻ ആൻഡ് എമോർഫസ് സോളിഡ്സിൻ്റെ ഡിഫറൻസസിൽ പഠിക്കാനുള്ളത്. ഇത് റെഗുലറായിട്ട് ചോദിക്കാറുണ്ട് പലപ്പോഴായിട്ടും. അപ്പോൾ ഇത് നന്നായി പഠിച്ചേക്കുക. പിന്നെ ഇവർ എക്സാമ്പിൾ ക്രിസ്റ്റലൈനിൽ ലൈക്ക് മെറ്റൽസ് ഒക്കെ വരുന്നത് ക്രിസ്റ്റലൈനിലാണ്, എമോർഫസിൽ റബ്ബർ, പ്ലാസ്റ്റിക്, ഗ്ലാസ്, അതൊക്കെ ഒന്ന് ആലോചിച്ച് വെച്ചേക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ളത് ഡീറ്റെയിൽ ആയിട്ട് എടുക്കാം. അപ്പം നന്നായിട്ട് പഠിക്കുക, ബേസോട് കൂടി തന്നെ പഠിക്കുക. എന്ത് പഠിക്കുമ്പോൾ വിത്ത് എ പ്രോപ്പർ ബേസ്, ബിക്കോസ് ഒരു മാർക്ക് മാത്രമല്ല ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ. ബേസ് ഉണ്ടെങ്കിൽ നമുക്ക് ഏതിൻ്റെ ആൻസറും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ, എന്ത് ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിച്ചാലും. സോ സ്റ്റഡി വെൽ. ഇഫ് യു ഹാവ് എനി ഡൗട്ട് ആസ്ക് ഇൻ ദ കമൻറ്റ് സെക്ഷൻ. സോ ഓക്കെ, താങ്ക് യു.